പണ്ഡിതന്മാരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനകളും പണ്ഡിതന്റെ മുഖത്തു നോക്കൽ പുണ്യമാണ്. സദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും ആരിഫീങ്ങളുടെയും ഹുളൂറുകൾ കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പസ് എപ്പോഴും പുണ്യം നേടിവരുന്നതാണ്. മർക്കസു സഖാഫത്ത് സുന്നിയുടെ തുടക്കം മക്കയിലെ വിശ്രുത പണ്ഡിതനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തൃക്കരങ്ങളെ കൊണ്ടാണ് തറക്കല്ലിടപ്പെട്ടത്. മക്കയിലെയും മദീനയിലെയും ബാഗ്ദാദിലെയും മിസ്റിലെയും യമനിലെയും ധാരാളം പണ്ഡിതന്മാർ ഈ പുണ്യഭൂമിയെ ധന്യമാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്ന സയ്യിദ് അബ്ബാസ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി വതഗമ്മദഹു ഫസീഹ ജന്നാതി. അബ്ബാസ് മാലിക്കി എന്ന് കേട്ടാൽ കേരളത്തിലെ സുന്നികളുടെ മനസ്സുകൾ നിറയും, അവർ രോമാഞ്ചമണിയും. ആഷിഖുർ റസൂൽ, ആ മഹബത്തിന്റെ വീര്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഹോദരന്മാരുടെ മനസ്സുകളിൽ അബ്ബാസ് മാലിക്കി എന്ന നാമം കേൾക്കുമ്പോൾ നിറഞ്ഞു നിൽക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുമ്പോൾ ആവേശഭരിതനാകുന്ന, എല്ലാം മതിമറന്ന് ഹാലെടുത്ത് സദസ്സിലൂടെ ഇറങ്ങി നടക്കുന്ന മഹാനവറുകൾ ഹിജാസിലും യമനിലും ഈജിപ്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അബ്ബാസ് അലവി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആവേശം ഉൾക്കൊണ്ട് സുന്നി ലോകം എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ അനുസ്മരണം ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഇവിടെ നടക്കും. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അബ്ബാസ് മാലിക്കി അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു അവസ്ഥയാണ് വരുന്നത്. റബീഉൽ അവ്വൽ 1 ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ഹിജ്റ പോയ വഴികളിലൂടെ ഇന്നും അതേ രൂപത്തിൽ തന്നെയാണ് സൗദി അറേബ്യയുടെ ഗ്രാമങ്ങൾ നിലനിൽക്കുന്നത്. ആ ഗ്രാമങ്ങളിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് 12 മദീനയിലെത്തുന്നത് മഹാനവറുകളുടെ പതിവായിരുന്നു. അൽഹംദുലില്ലാഹ് ഇവിടെ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. ബുർദ ഷരീഫ് ആലപിച്ചുകൊണ്ടും മദ്ഹുകൾ പാടിയും നമ്മെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. പൂനൂരിലെ മർക്കസ് ഗാർഡനിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹ്, നൂറുൽ ഉലമ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദുഹുമാ, അവർ രണ്ടുപേരെയും ആദരിക്കുന്ന ചടങ്ങിന് അന്ന് മക്കയിൽ നിന്ന് അതിനുവേണ്ടി മാത്രം മഹാനവറുകൾ വന്നിരുന്നു. ഇക്കഴിഞ്ഞ വർഷം ബാംഗ്ലൂരുവിൽ വന്നു, ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അൽഹംദുലില്ലാഹ് നാമുമായുള്ള ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ ഒരു അർത്ഥം, അവർ വഫാത്തായ ആ ദിവസം ബഹുമാനരായ ഉസ്താദ് അവർക്ക് അവിടെ പോകാൻ സാധിച്ചു. അന്ന് ഉച്ചയ്ക്ക് അവിടെ എത്തി, അവിടുത്തെ ജനാസയുടെ കർമ്മങ്ങളിൽ പങ്കെടുത്തു. അന്നു തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരു കർമ്മത്തിന് വേണ്ടി മാത്രം ഉസ്താദ് മക്കയിൽ പോവുകയുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ഒരു പുണ്യം നിറഞ്ഞൊരു മജ്ലിസാണ് ഇത്. അതേ പ്രകാരം തന്നെ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന് നമ്മെ വന്ന് അനുഗ്രഹിച്ചിരുന്ന റഷ്യയിലെ ബുഖാറയിൽ നിന്നുള്ള പണ്ഡിതൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലെ മുഫ്തി മുഹമ്മദ് സ്വാദിഖ് മഹാനവറുകളും ഈ അടുത്ത ദിവസം ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അള്ളാഹു അവരുടെയും ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥന ഇവിടെ നടക്കും ഇൻഷാ അള്ളാഹ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഹാജറായിരിക്കുന്നത് യമനിലെയും ഹിജാസിലെയും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദരണീയനായ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന മഹാപണ്ഡിതനാണ് അസ്സയ്യിദ് അൽ മഷ്ഹൂർ ഖബീലയിൽപ്പെട്ട അസയ്യിദ് ഹബീബ് അബൂബക്കർ അൽ അദനി എന്ന പേരിൽ വിഖ്യാതനായ മുഫക്കിറുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട മഹാപണ്ഡിതൻ. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് നടമാടുന്ന കാര്യങ്ങളെക്കുറിച്ച്
ആധുനിക ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശത്തെ ഏത് രൂപത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റി, ആധുനിക വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങളെ മുസ്ലിംകൾ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി എല്ലാം വളരെ വിശാലമായ വ്യക്തമായ കാഴ്ചപ്പാടുള്ള തന്റെ കാഴ്ചപ്പാടുകൾ നിത്യേന ഇന്റർനെറ്റിലൂടെ അവരുടെ ഷെയ്ഖ് അൽ ഹബീബ് അബൂബക്കർ അൽ മഷ്ഹൂർ എന്ന അവിടുത്തെ ഇന്റർനെറ്റ് വെബ്സൈറ്റിലൂടെയും അവിടുത്തെ ഫോൺ ആപ്ലിക്കേഷനിലൂടെയും അതുപോലെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തമായി അദ്ദേഹം പണിതിട്ടുള്ള ഒരുപാട് അറബിത്തകൾ, റബാത്തുകൾ, അറബിക് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, ദർസുകളായിട്ട് യമനിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാനവറുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടക്കുന്നത് പോലെ മർക്കസു സഖാഫത്ത് സുന്നിയയുടെ കീഴിലും മറ്റും ഉള്ളതുപോലെ യൂണിവേഴ്സിറ്റികളോട് ചേർന്നുകൊണ്ട് ദീനീ പഠനത്തിനുള്ള സൗകര്യങ്ങളൊരുത്തി യൂണിവേഴ്സിറ്റി പഠനവും ഒപ്പം ദീനീ പഠനവും ഒന്നിച്ച് നൽകുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ഭൗതിക വിദ്യ കലാലയങ്ങളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള അനാഥ മന്ദിരങ്ങൾ പോലെ, അഗതി മന്ദിരങ്ങൾ പോലെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആത്മീയ ലോകത്ത് വലിയ നേതൃത്വം നൽകുന്ന, മക്കയിലും മദീനയിലുമായി അധിവസിക്കുന്ന, ജിദ്ദയിൽ സ്ഥിരമായി താമസിക്കുകയും ദർസ് നടത്തുകയും ചെയ്യുന്ന, അതോടൊപ്പം മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും തൻ്റെതായ ഇടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന ഷെയ്ഖ് ഹബീബ് അബൂബക്കർ മഷ്ഹൂർ അൽ അദനി ഹഫ്ളഹുല്ലാഹു വറഅ. മഹാനവർകൾ ഇൻഷാ അല്ലാഹ് നമ്മോട് നസീഹത്ത് ചെയ്യും. അവര് നമുക്ക് വേണ്ടി വീണ്ടും ദുആ ചെയ്യും. അവരുടെ സഹോദരൻ ഹബീബ് അഹ്മദ് അൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ള വലിയ പ്രമുഖനായ സയ്യിദ് അവർകളാണ്. അതുപോലെ തന്നെ അൽ ഹബീബ് അബ്ദുൽ ഖാദിർ അൽ മഷ്ഹൂർ, അവര് റിയാദുൽ സ്ഥിരതാമസമാക്കി റിയാദുൽ സ്ഥിരമായി മൗലിദ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഫറൻസുകളിലൊക്കെ സംബന്ധിക്കുന്ന വലിയ പണ്ഡിതനും ബിസിനസ് മാനുമാണ്. അദ്ദേഹവും നമ്മുടെ സ്ഥാപനം നേരത്തെയും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലെ ജാമിയ ഹിക്മിയയുടെ സനദ്ദാന പരിപാടികൾക്ക് അദ്ദേഹം നേരത്തെ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹബീബ് അബൂബക്കർ മഷ്ഹൂർ അവരുടെ മക്കൾ ഹബീബ് സൈൻ, ഹബീബ് അലവി രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാം ബറക്കാത്തുകൾ വേദിയിലിരിക്കുന്ന നമ്മുടെ നാട്ടുകാരായ സയ്യിദുമാരുടെയും ഉലമാക്കളുടെയും എല്ലാം ബറക്കാത്തുകളാണ് ഈ സദസ്സിൽ നാം പ്രതീക്ഷിക്കുന്നത്. അബ്ബാസ് അലവി മാലിക്കി തങ്ങളുടെ പേരിൽ അവർ രചിച്ചിട്ടുള്ള ഒരു ഖസീദ അലവി ബിൻ അബൂബക്കർ അൽ മഷ്ഹൂർ അവർകൾ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ പാരായണം ചെയ്യും. മർക്കസു സഖാഫത്ത് സുന്നിയയുടെ നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണിത്. ലോകത്തിന്റെ നാനാഭാഗത്തും ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ മഹാന്മാരെ ഈ സ്ഥലത്ത് എത്തിക്കാൻ കഴിയുക എന്നത് മർക്കസിന്റെ തുടക്കം മുതലേയുള്ള ഒരു പതിവാണ്. അവരുടെ പേരുകൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന ധാരാളം മഹാന്മാർ ഇവിടെ വന്നുപോയിട്ടുണ്ട്. അള്ളാഹു ആ നിലക്കുള്ള ബറക്കാത്തുകൾ ഇനിയും ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഈ വർഷവും SSLCയിൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും ഉന്നതമായ വിജയം നേടി. ഒരൊറ്റ വിദ്യാർത്ഥി മാത്തമാറ്റിക്സിലെ 1 മാർക്ക് കുറവിന് വേണ്ടി മാത്രമാണ് മർക്കസ് ഹൈസ്കൂളിൽ 100% ഈ വർഷം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം പഠിക്കുന്നവർക്ക് വേണ്ടി +2 ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കലാലയം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്ന സുന്നി പ്രവർത്തകർ അൽഹംദുലില്ലാഹ് മർക്കസ് അതിന് മറുപടി കണ്ടെത്തി. മർക്കസിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസിന് 150 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നു. കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനുമായി 300ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം പ്രവേശനം കൊടുക്കുന്ന കേരളത്തിലെ തന്നെ ഏക വിദ്യാലയമാണ് മർക്കസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പെൺകുട്ടികൾക്കും അതേ പ്രകാരം വേറിട്ട് ഒരു സ്ഥാപനം ഉണ്ട്. മർക്കസിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെ വേർതിരിച്ചുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സൗകര്യം ചെയ്യണം എന്ന് തന്നെയാണ് മർക്കസ് മാനേജ്മെന്റിന്റെ, ഉസ്താദിന്റെയും മാനേജ്മെന്റിന്റെയും എപ്പോഴുമുള്ള പോളിസിയും തീരുമാനവും.
പക്ഷേ നാടിന്റെ സാഹചര്യങ്ങളിൽ, നാടിന്റെ ഇവിടുത്തെ അവസ്ഥയിൽ നമുക്ക് പെർമിഷൻ കിട്ടാത്തതിന്റെ പേരിൽ ചില സ്ഥാപനങ്ങൾ മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി തരുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് നിരന്തരമായി നാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നന്മ നടപ്പിലാകാൻ, ധാർമ്മികത ഇവിടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറവാണ്. അതിനുവേണ്ടി പറയുന്നവരുണ്ടെന്നല്ലാതെ അക്രമങ്ങളും പ്രയാസങ്ങളും ഒളിച്ചോട്ടവും റേപ്പുകളും നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ ചർച്ചകളും ചാനൽ ചർച്ചകളും നടത്തുമെന്നല്ലാതെ ശാശ്വതമായ പരിഹാരം കാണാൻ ഒരാൾക്കും താല്പര്യമില്ല എന്നതിൻ്റെ ആ ബലിയാടുകളാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ സയൻസ് കോളേജ് നടക്കുന്നുണ്ട്, ലാ കോളേജ് നടക്കുന്നുണ്ട്, അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ മർക്കസ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വെച്ച് നാം തീരെ സ്ഥാപനം തുടങ്ങാതിരിക്കുന്നത് പഥ്യമല്ല എന്നതിന്റെ പേരിലാണ് ആ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് നമ്മുടെ ഓരോ ഗ്രാമത്തിലെയും ഓരോ യൂണിറ്റിലെയും ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ മർക്കസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസ് സ്കൂളിലും കൊണ്ടുവന്ന് ചേർക്കുന്നതിന് ഓരോ രക്ഷിതാക്കളും യൂണിറ്റിലെ പ്രവർത്തകരും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നി രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് ചിലർ പുറത്ത് പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. സുന്നികൾക്ക് എപ്പോഴും അങ്ങനെ തന്നെ വേർതിരിച്ചുകൊണ്ട് ആൺകുട്ടികൾക്ക് സ്വന്തമായും പെൺകുട്ടികൾക്ക് വേറെയും സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും. അതുകൊണ്ട് എല്ലാവരും ഈ പരിസരത്തുള്ള ഇവിടെ വരാൻ പറ്റുന്ന മുഴുവൻ വിദ്യാർത്ഥി, ഞങ്ങൾ അതിനുവേണ്ടി അവർക്ക് പ്രത്യേകമായി ദീനീ പഠനത്തിനുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. കോച്ചിങ് സെന്ററുകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്ന് 5 വർഷം കൊണ്ട് LLB കരസ്ഥമാക്കുന്നതിന് BBA ഇന്റഗ്രേറ്റഡ് LLB ആണ് മർക്കസിന്റെ ലോ കോളേജിൽ പഠിപ്പിക്കുന്നത്. 5 വർഷം LLB പഠിക്കുമ്പോൾ പാരലലായി അവർക്ക് കിതാബ് ഓതിക്കൊണ്ട് 5 വർഷത്തെ തുടർ പഠനത്തിലൂടെ സഖാഫി ബിരുദവും നേടാൻ സാധിക്കും. അതുപോലെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉറുദു ഭാഷയും കൂടെ സെക്കൻഡ് ലാംഗ്വേജ് ആയി അവർ പഠിക്കുന്ന പക്ഷം അവർക്ക് യുനാനി മെഡിക്കൽ സയൻസിൽ ഡോക്ടർ ആവാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കലാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഞ്ചിനീയറിംഗിൽ അൽഹംദുലില്ലാഹ് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനവുമായി, കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനവുമായി നാം ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ കാരണമായി നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 40 വിദ്യാർത്ഥികൾ തൊപ്പിവെച്ച് താടിയും വെച്ച മുതഅല്ലിമുകളെ പോലെയുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് നാം ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി, ജുമുഅ ഏർപ്പെടുത്തി, അവിടെ ഇമാമിനെ വെച്ചു. അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. പ്രവർത്തകരുടെ അടുത്ത് കുട്ടികൾ ഇങ്ങോട്ട് വരിക, രക്ഷിതാക്കൾ വരിക, ഏറ്റവും മോശമായ കുട്ടിയുണ്ടെങ്കിൽ, മാർക്ക് കുറഞ്ഞ കുട്ടിയുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റിന് വേണ്ടി റെക്കമെൻഡിന് വരും. മാനേജ്മെന്റ് സീറ്റിൽ 10 സീറ്റ് ഉണ്ടാകും. അതിനെല്ലാ യൂണിറ്റിൽ നിന്നും ആള് വരും. നമ്മുടെ കംപ്ലൈന്റ് ആ സീറ്റ് കിട്ടിയില്ല എന്നായിരിക്കും. അതിന് 10 സീറ്റേ ഉണ്ടാവുള്ളൂ. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ബുദ്ധിയുള്ള കുട്ടികളെ ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാക്കിയാകുന്ന കുട്ടികൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ അല്ലാതെയും സൗകര്യം ലഭിക്കും. അതിന് പുറമെ കഴിയാവുന്നത്ര മാനേജ്മെന്റ് സീറ്റിൽ നമ്മുടെ ഓർഫനേജിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് പുറത്ത് കൊടുക്കാൻ കഴിയുക. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ ഓർഫനേജിൽ പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഡോക്ടറായും എഞ്ചിനീയറായും മറ്റും പുറത്തു വരുന്നത് നാം അവർക്ക് നൽകുന്ന പഠന സഹായത്തിന്റെയും പിന്തുണയുടെയും ഭാഗമായിട്ടാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ വർഷം വാദി റൈഹാൻ എന്ന പേരിൽ പിതാവില്ലാത്ത കുട്ടികളെ ചേർക്കുന്ന സ്ഥാപനത്തിൽ ഇന്ന് നേരത്തെ മറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്ന പോലെ അഡ്മിഷന് വേണ്ടി കോമ്പറ്റീഷൻ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അഡ്മിഷന് വേണ്ടി ബുദ്ധിയുള്ള കുട്ടികളെ മാത്രം, യതീം ഖാന എന്ന് പറഞ്ഞാൽ യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇടമാണ്. അതേസമയത്ത് വിദ്യാഭ്യാസം കൂടെ കൊടുക്കുന്ന ഒരു ഭാഗം അതിലുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്ന നിലക്ക് കുട്ടികളിൽ നിന്ന് സമർത്ഥരായ കുട്ടികളെ മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം ഈ ഓർഫൻ കെയർ സിസ്റ്റം വാദി റൈഹാനും മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ നടത്തുന്ന അനാഥാലയം
അത് മരഞ്ചാട്ടിയിലുണ്ട്. അതിന് പുറമെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി വയനാട് ജില്ലയുടെ കിഴക്കേ അറ്റത്ത് മൈസൂർ കാടിനോട് ചേർന്നുകൊണ്ട് ബത്തേരിക്കടുത്ത് ചെറക്കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു സ്ഥാപനം, 200ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം നടന്നു വരികയാണ്. അതിന്റെ വികസന പരിപാടികളും മറ്റും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ മെയ് മാസത്തിന്റെ അവസാനം ഖത്മുൽ ബുഖാരി പ്രോഗ്രാം വരാനുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. സഹോദരന്മാരെ, പറഞ്ഞു വന്നിരുന്നത് മർക്കസിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളും എല്ലാ സമയത്തും നേരിട്ടുകൊണ്ട് ഇരിക്കുകയുമാണ്. പുതിയ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തി ചെലവുകൾ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പഠിച്ച് പഠനം പൂർത്തിയാക്കി വലിയ ട്രെയിനിങ്ങുകൾ നേടിയ ധാരാളം മാനേജ്മെന്റ് എക്സ്പേർട്സ്, വിദേശത്ത് ജോലി ചെയ്തവര്,
ശാസ്ത്രജ്ഞന്മാരും പ്രൊഫസർമാരും മാനേജർമാരുമായും ഒക്കെ ജോലി ചെയ്ത ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരികയും ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ കണ്ണൂരിലെ ഒരു സ്കൂള് ഏതാനും വർഷം മുമ്പ് മർക്കസ് ഏറ്റെടുത്തു, ക്രസന്റ് സ്കൂൾ. അതിൻ്റെ ബാധ്യതകൾ ഇതുവരെയും കൊടുത്ത് തീർത്തിട്ടില്ല. ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ ഐക്കരപ്പടിയിൽ ചെറിയ 4 സെന്റിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സ്കൂളിൽ അത് ഒരു വലിയ ഭൂമിയിലേക്ക് മാറുന്നതിന് ഭൂമി വാങ്ങിയതിൻ്റെ ബാധ്യതകൾ തീരുന്നതിന് മുമ്പ് തന്നെ 90 ലക്ഷം രൂപയോളം അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അധികമായി ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. AR നഗറിൽ ഒരു സ്കൂള് 50 ലക്ഷം രൂപ ചെലവാക്കി ഇവിടെ നിന്നുണ്ടാക്കിയെങ്കിലും അത് പൂർത്തിയാക്കുന്നതിന്, അവിടുത്തെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഇനിയും 1 കോടിയിലേറെ രൂപ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ക്യാമ്പസിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മതിൽ കെട്ടുന്നതിന്, ക്യാൻറ്റീൻ നന്നാക്കുന്നതിന്, ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് എല്ലാമായി ഓരോ മാസത്തിലും വലിയ ഭീമമായ തുകയാണ് ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ സെൻട്രലൈസേഷൻ്റെയും മറ്റും ഭാഗമായി അൽഹംദുലില്ലാഹ് ഒട്ടേറെ ചെലവുകൾ ചുരുക്കിക്കൊണ്ടുവന്നും കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെ സെൻട്രൽ കിച്ചൺ ഏർപ്പെടുത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം സെൻട്രൽ കിച്ചൺ ചെയ്തു. ഈ മെയിൻ ക്യാമ്പസിൻ്റെ ഒട്ടുമിക്ക യതീംഖാന ഒഴികെയുള്ള എല്ലാ ക്യാൻറ്റീനുകളും ഏകീകരിച്ചു. അതിലൂടെ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ കുറെ സാധിച്ചു. എന്നാൽ പോലും അതിൻ്റെ ഭീമമായ ചെലവാണ്. 6000-ഓളം വിദ്യാർത്ഥികൾ താമസിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക്. ഇനി അതിലേക്കുള്ള വലിയ ഒരു കാൽവെപ്പ്, ഇത് ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഭക്ഷ്യ സംസ്കാരത്തിലെ നന്മയുടെ സ്വഭാവം കൊണ്ടുവരുന്നതിന് വേണ്ടി വിഷമാലിന്യമായ, വിഷലിപ്തമായ പച്ചക്കറികളും മാംസ്യവും മറ്റുമാണ് രോഗികളെ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ പരസ്യമായ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ വിദ്യാർത്ഥികളുടെ ഈവനിങ് സമയത്ത് ഫാമുകളും മറ്റുമായി അൽഹംദുലില്ലാഹ് നമ്മുടെ ലഭ്യമായ ഭൂമിയിലെല്ലാം ഹരിതാഭമാക്കി കൃഷികൾ നടത്തി അതിൽ നിന്ന് വെണ്ടയും ചുരങ്ങയും തക്കാളിയും പച്ചക്കറികൾ എല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മർക്കസിലേക്ക് 1 ഏക്കറിൽ ഒന്നായിട്ടുണ്ടാക്കിയാൽ അതൊരാഴ്ചക്ക് തികയുകയുള്ളൂ. അൽഹംദുലില്ലാഹ്. എന്നാൽ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന സമ്പ്രദായം, വേനൽക്കാലത്ത് പ്രസിഷൻ ഫാമിങ്ങിലൂടെ കൃഷി ചെയ്യുന്ന സമ്പ്രദായം, അതുപോലെ ശാസ്ത്രീയ കൃഷികൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി താമരശ്ശേരിക്കടുത്ത് പുഴയോരത്ത് 20 ഏക്കർ വരുന്ന പ്രവിശാലമായ ഭൂമി നമ്മൾ കച്ചവടം ചെയ്തു. അതിൽ 9 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു. ബാക്കിയുള്ള ഭൂമി അഡ്വാൻസ് കൊടുത്തതുണ്ട്. അത് നമുക്ക് വാങ്ങി പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട്. അതിൽ ഇപ്പോൾ എടുത്ത ഭൂമിയിൽ അതിൻ്റെ ഫോഡർ കൾട്ടിവേഷൻ, പുല്ല് നിർമ്മാണം, പശുക്കൾക്ക് വേണ്ടിയുള്ള പുല്ല് നടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിൽ പശുക്കൾ വളർത്തുന്ന ഡയറി ഫാമിലൂടെ നമുക്ക് ആവശ്യമായ അത്രയും പാല് ലഭിക്കും. അതിനു പുറമെ നമുക്ക് പുറത്ത് വിറ്റ് അതിൻ്റെ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ ഗോഡ് ഫാം, കോഴി വളർത്തൽ, മുട്ടയുണ്ടാക്കാൻ വേണ്ടിയും കോഴി ഇറച്ചിക്ക് വേണ്ടിയും പച്ചക്കറിയും മറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ഇവിടെ സെൻട്രൽ കിച്ചൻ്റെ കീഴിൽ മാത്രം ഒരു മാസത്തിൽ 91,812 രൂപയുടെ പച്ചക്കറി വാങ്ങുന്നുണ്ട്. 1,00,000 രൂപയുടെ പച്ചക്കറി വാങ്ങുന്നുണ്ട്. 4,50,000 രൂപയുടെ 59,000 രൂപയുടെ പോത്തിറച്ചി വാങ്ങുന്നുണ്ട്. 3,20,000 രൂപയുടെ ചിക്കൻ ഇവിടെ വാങ്ങുന്നുണ്ട്. 1,15,000 രൂപയുടെ പാല് വാങ്ങുന്നുണ്ട്. 50,000 രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിലെല്ലാം ഒരു 30% ചെലവ് കുറക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ്, മായമില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഡയറി ഫാം, ഗോഡ് ഫാം, പോൾട്രി ഫാം
ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പദ്ധതികൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വിദേശത്തൊക്കെ നല്ല പരിചയമുള്ള ആളുകൾ വന്നതുകൊണ്ട് പദ്ധതികൾ ഉണ്ടാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഇന്ന് ഗവൺമെന്റിന്റെ ഓഫീസർ വന്നിട്ട്, അതുപോലെ വയനാട്ടിലെ കൃഷി ഓഫീസറും വന്നിട്ട് പദ്ധതി, ഡയറി ഫാമിന്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി. 60 പശുക്കൾ യന്ത്രവൽകൃത ആലയില് അത് സ്വന്തം തന്നെ തണുപ്പിക്കുകയും യന്ത്രം തന്നെ കുളിപ്പിക്കുകയും യന്ത്രം തന്നെ പാല് കറക്കുകയും യന്ത്രത്തിലൂടെ തന്നെ പാല് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ഫിൽട്ടർ ചെയ്ത് അത് പാത്രത്തിലേക്കാക്കി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം. ഇതെല്ലാം കൂടെ ചെയ്യുന്നതിന് 2,70,00,000 രൂപയാണ്. 2,70,00,000 രൂപ എന്ന് പറയുമ്പോൾ അതൊരു ഭീമമായ തുകയല്ലേ എന്ന് നമ്മൾ കരുതണ്ട. ഇവിടെ സാധാരണ ഒരു ഷോപ്പ് ഉണ്ടാക്കിയാൽ അതിന്റെ വരുമാനം കിട്ടുന്നത് 5% റിട്ടേൺ വരുന്നത് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ. അപ്പോൾ 1 കോടി മുടക്കിയാൽ 5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ റിട്ടേൺ വരിക. നമുക്ക് വലിയ തോതിൽ ആദായമുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും സ്ഥാപനത്തിന് വരുമാനം ആവുകയും ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള പദ്ധതിയാണിത്. അതിലേക്ക് ഇന്നലെ ഉസ്താദ് ഈ വിഷയം സ്വകാര്യമായി സംസാരിച്ചപ്പോൾ തന്നെ അവിടെ റൂമിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് 3 പശുക്കളെ അവിടെ വെച്ച് ദാനം ചെയ്തു. നമുക്ക് 60 പശുക്കൾ വേണം, അതിന് ആലയുണ്ടാക്കണം, അതിൻ്റെ യന്ത്രങ്ങൾ വാങ്ങണം, എല്ലാറ്റിനും വേണ്ടി ഒരുപാട് വലിയ പദ്ധതികളാണ്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മാന്യ സഹോദരന്മാരുടെ സഹായങ്ങളിലൂടെ, സ്പോൺസർഷിപ്പുകളിലൂടെ തന്നെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ പുണ്യം നിറഞ്ഞ ഈ കാർഷിക വൃത്തിയിലേക്കും നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങളും കൂടെ ഉണ്ടാകണം എന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തും. ഇൻഷാ അല്ലാഹ് അനുസ്മരണ പ്രഭാഷണത്തിന് ശേഷം മഹാനവറുകളുടെ നസീഹത്തുകളും ദുആകളും മറ്റ് പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യവും ബറക്കാത്തുകളും എല്ലാം ഉണ്ടാകുമെന്ന് നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു.